ഹലോ ഫ്രണ്ട്സ്, തന്നെയാണെങ്കിൽ വീഡിയോ ചോദിച്ചാലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാം സെറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത് എത്രത്തോളം പറഞ്ഞു കൊടുത്തിട്ട് ആളുകൾക്ക് ഒന്നും മനസ്സിലാവാത്തൊരു കോലത്തിലാട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ചോദിക്കും ഒരു പുതിയ ഫാം എങ്ങനെ സെറ്റ് ചെയ്യണമെന്നില്ല. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ പറയുന്നു, ഇത് കണ്ടുപോയിട്ടില്ല, അതായത് നമ്മളെ വീഡിയോ സബ്സ്ക്രൈബേഴ്സ് തുടർച്ചയായി കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ കാണാൻ നിർബന്ധിക്കുന്നില്ല, കാണണമെന്നില്ല കേട്ടോ. പുതുതായിട്ട് വരുന്നവരും അതുപോലെ തന്നെ നമ്മൾ സംശയങ്ങൾ ചോദിക്കുന്ന വ്യക്തികളും മാത്രം കാണും കേട്ടോ. അപ്പോൾ നമുക്ക് അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുതിയൊരു നാടൻ കോഴി ഫാം തുടങ്ങുമ്പോൾ നമ്മൾ സാധാരണ ഇവിടുന്ന് നല്ല കോഴിനെ കിട്ടും. അതുപോലെ തന്നെ ഏത് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തണം, അതായത് ചെറുതാണോ വലുതാണോ ഇടത്തരത്തിൽപ്പെട്ടതാണോ, പിന്നെ നാടൻ കോഴിനെ എങ്ങനെ തിരിച്ചറിയാൻ, രോഗങ്ങൾ, ഇതൊക്കെ തന്നെയാട്ടോ വീണ്ടും പറയുന്നത്. അപ്പം ആദ്യം പഴയ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. സ്കിപ്പ് ചെയ്യുന്നില്ല, കാണാൻ തന്നെ നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് വേറെ വീഡിയോ കാണാവുന്നതാണ്. അപ്പം അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയില്ല ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതായത് നമ്മളൊരു ഫാം സെറ്റ് ചെയ്യണം നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് അതായത് രണ്ട് തരത്തിലുള്ള ആൾക്കാരെടുക്കാം. അതായത് സ്ഥലമുള്ള ആൾക്കാർ, സ്ഥലമില്ലാത്ത ആൾക്കാർ. അപ്പം സ്ഥലം ഇല്ലാത്തവർ നമുക്ക് പിന്നെ ഒരു ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ഥലം കുറച്ചുള്ള ആൾക്കാരുടെ കാര്യമാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. അതായത് അത്യാവശ്യം ഒരു 5 സെൻറ്റെങ്കിലും കോഴിനെ അയച്ചിട്ട് വളർത്താൻ പറ്റുന്ന ഒരു സെറ്റപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. കോഴിനെ പുറത്ത് അയച്ചിട്ട് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. ചിലവ് കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗരീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയച്ചിട്ട് വളർത്തൽ തന്നെ കേട്ടോ. ഒരു 5 സെൻറ്റെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ കുറച്ച് ഗ്രീൻ നെറ്റൊക്കെ വളരെ കുറച്ച് വിലയുള്ളൂ കേട്ടോ. അപ്പം ഈ ഗ്രീൻ നെറ്റ് വാങ്ങിയിട്ട് അത്യാവശ്യം ഒരു 5 സെൻറ്റ് സ്ഥലത്തിൽ ഒന്ന് മറയ്ക്കുക. കുറച്ച് പൈസ തുടക്കത്തിൽ തന്നെ ഒരു 10,000 രൂപേൻ്റെ അടുത്ത് മുടക്കാൻ തയ്യാറാവുക. അത്രയും മുടക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു 2,000 രൂപയെങ്കിലും മുടക്കാൻ തയ്യാറാവുക കേട്ടോ. എന്താ വെച്ചാൽ 1000 രൂപയ്ക്ക് വല വാങ്ങുക. അതായത് മീറ്ററിനൊക്കെ 50 രൂപ, 3 മീറ്റർ ഹൈറ്റുള്ള വലയ്ക്ക് 1 മീറ്റർ നീളത്തിന് വരുന്നത് 50 രൂപ എങ്ങാണ്ട് വരുന്നുള്ളൂ. അങ്ങനെ ഒരു 10 മീറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 മീറ്റർ കഴിഞ്ഞാൽ 4 സ്ക്വയർ ആക്കുന്ന 2.5 മീറ്റർ നീളമുള്ള ഒരു ഇത് കിട്ടും. പോട്ടെ, ഒരു 15 മീറ്ററെങ്കിലും നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. വളരെ കുറഞ്ഞ പൈസയാവുള്ളൂ. പിന്നെ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കോഴികളിടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വലിയ കോഴി, അതായത് മുന്നേ വളർത്തി കുറച്ച് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ വലിയ കോഴീനെ വാങ്ങി വളർത്താം, കുഴപ്പമൊന്നുമില്ല. വലിയ കോഴീനെ വാങ്ങുമ്പോൾ 5 പടിയും ഒരു പൂവൻ, അല്ലെങ്കിൽ 4 പടിയും ഒരു പൂവനും, അങ്ങനെ വാങ്ങാൻ ശ്രമിക്കട്ടോ. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി കുഞ്ഞുങ്ങളെ വാങ്ങാൻ പുതുതായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ കോഴി കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്താൻ നോക്കുക. കോഴി കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേ ഓൾഡ് എടുക്കാം. അതുപോലെ തന്നെ 1 മാസം, 2 മാസം, 3 മാസം, ഏത് മാസമുള്ള കുഞ്ഞുങ്ങൾ എടുക്കട്ടോ. പക്ഷേ ഇതിലൊക്കെ എന്താണ് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ എടുക്കുകയാണെങ്കിൽ ബൾബ് ഇട്ടിട്ട് ഒരു 22 ദിവസം ടു 25 ദിവസം വരെ നമ്മൾ ബൾബ് ഇട്ട് നോക്കണം കുഞ്ഞുങ്ങളെ. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ബൾബ് ഒരു 22 ദിവസത്തോളം തോണ്ടിടണം. അതിനുശേഷം നമുക്ക് രാത്രി മാത്രം ബൾബ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ വളർത്താം. അങ്ങനെ വളർത്തി കഴിഞ്ഞാൽ പ്രശ്നമില്ല. പിന്നെ 1 മാസം 1.5 മാസമായ കുഞ്ഞുങ്ങൾ, അവരാകുമ്പോൾ തീരെ ബൾബിൻ്റെ ആവശ്യമില്ല. 1 മാസത്തിന് ശേഷമുള്ള കുഞ്ഞുങ്ങളെ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു 20-25 കുഞ്ഞുങ്ങൾ നമുക്ക് എടുക്കാം. എന്നിട്ട് വേണം ഫാം സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ 1 മാസമൊക്കെ ആയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ പറഞ്ഞമാതിരി 15 എണ്ണമൊക്കെ വാങ്ങിയെടുക്കാം. 2-3 മാസമൊക്കെ ആയതാണെങ്കിൽ പറഞ്ഞമാതിരി 10-15 അതിൽ കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഒരു ഇടത്തരം, അതായത് ഒരു 3 മാസം ആ റേഞ്ച്, 3 to 2 മാസത്തിൻ്റെ റേഞ്ച് കോഴിക്കുഞ്ഞുങ്ങൾ ഒരു 10 കോഴിക്കുഞ്ഞുങ്ങളെ മാത്രം എടുക്കുക. എന്നിട്ട് അവരെടുത്തിട്ട് നമ്മൾ എന്താ പറയുക, ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മളെ കൊണ്ട് കഴിയുമോ നടക്കുമോ ഇല്ല അറിയാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ ചെയ്ത് കഴിയുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് എന്താ പറയുക, അങ്ങനെ വളർത്തിയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ആവാണ്ട് കുറച്ച്, അതായത് പെട്ടെന്നായിരിക്കും. ഞാൻ പണ്ട് വീടിനടുത്ത് നാടൻ കോഴിയുണ്ട് അതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക, കുറച്ച് വരുമാനം കിട്ടണം എന്നുള്ള തോതി ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യണം. അപ്പോൾ ഈ ഒരു റേഞ്ചുള്ള കുഞ്ഞുങ്ങളെടുത്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, ഞാൻ ഈ വളരെ ചെറിയ പൂവനും പടിയും തിരിച്ചറിയാത്ത ചെറിയ കുഞ്ഞുങ്ങളെ കുറേപാടെണ്ണം എടുക്കുന്നത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പൂവനും പടിയും നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മളിപ്പോൾ 25 കുഞ്ഞുങ്ങളെടുത്ത് കഴിഞ്ഞാൽ ഒരു കോഴി, അമ്മക്കോഴി ഒരു 10 മുട്ട 12 മുട്ട ഇട്ട് വിരിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗവും 65% പൂവന്മാരുണ്ടാവുക. പെടക്കുട്ടികൾ കുറവായിരിക്കും. അതാ പറഞ്ഞു, ഈ 25 കുഞ്ഞുങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു 10-14 വരെ നമുക്ക് പെടക്കുഞ്ഞുങ്ങളെ കിട്ടുകയുള്ളൂ. അത് എന്താ പറയുക, ബാക്കിയൊക്കെ പൂവന്മാരായിരിക്കും. അപ്പം 1 മാസം 2 മാസം ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് അവരൊക്കെ വിറ്റ് ഒഴിവാക്കേണ്ടി വരുന്നില്ല. ഒരുപാട് പൂവന്മാർ ആവശ്യമില്ലല്ലോ. 15 കോഴികളൊക്കെ ഉണ്ടെങ്കിൽ 3 പൂവനൊക്കെ മതി. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് വിറ്റ് ഒഴിവാക്കാം. അപ്പം എന്താ പറയുക, ഒരു 10+ കോഴിക്കുഞ്ഞുങ്ങൾ നമുക്ക് പെടക്കുഞ്ഞുങ്ങളെ കിട്ടും. അത് ഓർത്തിട്ടാട്ടോ പറയുന്നത്. പിന്നെ 1 മാസത്തിനൊക്കെ ശേഷം നമുക്ക് അറിയാൻ പറ്റും. അപ്പം നമുക്ക് ഒരു 15 എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല ഏതാ പൂവൻ ഏതാ പെടാന്നുള്ളത്. അപ്പോൾ അതിനെ നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ആ ഒരു പ്രശ്നം നമുക്ക് മാറിക്കിട്ടും കേട്ടോ. പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തീറ്റ. കോഴിക്കുഞ്ഞുങ്ങൾക്ക് സാധാ അയച്ചിട്ട് വളർത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ സാധാ കല്ലും മണ്ണൊക്കെ കൊത്തി കഴിക്കണം, ഇതാണ് പിന്നെ നാച്ചുറൽ ഫുഡ്, ഇതൊക്കെ ആൾക്കാർ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് സ്റ്റാർട്ടഡ് കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുക നല്ലത്. സ്റ്റാർട്ടർ കൊടുത്തു വെച്ചാൽ യാതൊരു കുഴപ്പമൊന്നും വരാനില്ല. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഹോർലിക്സ്, ബൂസ്റ്റ്, ബോൺവിറ്റ, ലാക്ടോജൻ, സെർലാക്ക് അതുപോലത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നില്ലേ.
അപ്പോൾ ആ ഒരു സ്ഥിതി തന്നെയാണ് കേട്ടോ കോഴിക്കുഞ്ഞുങ്ങൾ കോഴിത്തീറ്റ കൊടുക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊന്നും ചാവാതെ രക്ഷപ്പെട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ എന്താ പറയുക, ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് ഏത് ഫുഡും കൊടുക്കാം. അരി, ഗോതമ്പ് ഇതൊക്കെ പൊതിർത്തിയിട്ട് നമ്മളങ്ങനെ ഒരു രീതിയിൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അത് കൊടുക്കാം. പിന്നെ ചോറ്, നമ്മളെ മിക്സഡ് ഫുഡ് ഉണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ വേണ്ടി ഇതിന് കൂടെ കാണിക്കുകയും ചെയ്യാം. അപ്പം ഈ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് സുന്ദരമായിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി എടുക്കാവുന്നതാണ്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ വളർത്തി ഫുഡും കാര്യം കൊടുക്കുക. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് രോഗം വരുന്നതാണ്. ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞാൽ 7 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ 10 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ചത്തു പോകുന്നുണ്ട്, തൂങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് കോഴിക്കുഞ്ഞായി കഴിഞ്ഞാലും 5 ദിവസത്തിന് ശേഷം പുല്ലരിഞ്ഞ് കൊടുക്കാൻ പരമാവധി ശ്രമിക്കുക. കോഴിക്കുഞ്ഞുങ്ങൾക്ക് നല്ലോണം പുല്ലരിഞ്ഞ് കൊടുക്കുക. ഈ പുല്ലരിഞ്ഞ് കൊടുക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്താ ഫൈബർ കണ്ടൻറ്റ് കൂടുമ്പോൾ ഡൈജഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഈ പുല്ലും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് കൊടുക്കുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെൽത്ത് കറക്റ്റ് കിട്ടും. അപ്പോൾ ഈ സ്റ്റാർട്ടറിൻ്റെ കൂടെ പുല്ല്, പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ തക്കാളി, ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പപ്പായ, അതുപോലെ തന്നെ പഴമില്ലേ, ചെറുപഴങ്ങളൊക്കെ മൈസൂർ പഴം കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ പച്ചക്കറി വരുന്ന മാതിരിയുള്ള പച്ചക്കറി, മത്തൻ, കുമ്പളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. മത്തനൊക്കെ ആണെങ്കിൽ കേട്ടോ. ഇതൊക്കെ ജ്യൂസ് അടിച്ച് വെക്കുക. ഈ സംഗതികളൊക്കെ എന്താ പറയുക, ഈ പച്ചക്കറി സാധനങ്ങളൊക്കെ വീട്ടിൽ വരുമ്പോൾ പച്ചക്കറി വേസ്റ്റും കാര്യങ്ങളൊക്കെ ജ്യൂസ് അടിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാറോ, ഈ സാധനങ്ങൾ ഇവരെ സ്റ്റാർട്ടർ പോലത്തെ ഫുഡിൽ ഈ കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ തന്നെ കുട്ടികൾക്ക് വേണ്ട വിറ്റാമിനും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ തന്നെ ഒരു മാസമൊക്കെ ആകുമ്പോൾ ഒരു 22 ദിവസത്തിന് ശേഷമാണ് നമ്മൾ കുട്ടികൾക്ക് ചോറ് ഇതുപോലെ തന്നെ മിക്സഡ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ ആഡാണ്. അതായത് ഫ്രൂട്ട്സ് വേസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ആപ്പിൾ, മുന്തിരി സാധനങ്ങളൊക്കെ അല്ല, വത്തൊക്കെ കിട്ടുന്ന സമയത്താണ് ഏറ്റവും നല്ലത്. മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് നല്ലത്. ഇതൊക്കെ കൂടുതൽ അങ്ങനെ ഇട്ടെടുത്താൽ കൊത്തി കഴിച്ചോളും. അപ്പോൾ വിറ്റാമിൻസിൻ്റെ കാൽസ്യം അതുപോലെ സംഗതികളൊക്കെ കിട്ടാൻ വളരെ നല്ലതാണ്. അപ്പം പച്ചക്കറി വേസ്റ്റ്, ചോറ്, തവിടുകളുണ്ട് പല ടൈപ്പ്, അരിത്തവിട്, ഗോതമ്പ് തവിട്, ചോളത്തവിട്, ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. ഇതൊക്കെ മിക്സറാക്കി വെച്ചിട്ട് ഒരു പാത്രത്തിൽ അടച്ച് വെച്ചാൽ മതി. ഒരു 10-200 രൂപ മുടക്കി കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഒരു 50 രൂപ തോത് വാങ്ങി തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അതൊരു ടിന്നിലാക്കി വെച്ച് ഇതാക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് പറഞ്ഞത് കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടഡ് കൊടുത്ത് പോരുക. ഈ സ്റ്റാർട്ടഡ് കൊടുത്ത് പോരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, പുല്ലും കാര്യങ്ങളും കൊടുക്കുക. പിന്നെ വാഴപ്പിണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പം കൊടുക്കേണ്ട ആവശ്യമില്ല, കൊടുക്കണം, പക്ഷേ അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. ഇവർക്ക് ഏറ്റവും നല്ലത് പുല്ല് തന്നെ കൊടുക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും തൂങ്ങി നിൽക്കുന്ന പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക് പരമാവധി ഞാൻ കൊടുക്കാൻ സജഷൻ ചെയ്യുന്നില്ല. എന്നാലും എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ കൊടുക്കാൻ തന്നെ ഈ ലിക്സം പൗഡർ ഉണ്ടാവും, അതുപോലത്തെ മരുന്നുകളൊക്കെ ഉണ്ടാവും. ലിക്സം പൗഡർ, ആ മരുന്നൊക്കെ വെള്ളത്തിൽ കലക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തൂക്കത്തിനെന്ന് വെച്ചാൽ ഒന്ന് ദഹനപ്രശ്നം വരിക എന്ന് പറഞ്ഞാൽ ഈ ഫൈബർ കണ്ടൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഒന്നാമത് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ പുല്ല് കൊടുക്കുമ്പോൾ അത് മാറുന്നതാണ് സാധാരണ. പുല്ല് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു 10 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരു കൈപ്പിടുത്തം പുല്ലെങ്കിലും ഒരു 3 എണ്ണമെങ്കിലും കോഴിക്കുഞ്ഞുങ്ങൾ കഴിക്കാൻ പാകത്തിന് കൊടുക്കണം ഈ പുല്ല്. എന്നാലേ എന്താ പറയുക, കുഞ്ഞുങ്ങൾ വളർന്ന് കിട്ടുള്ളൂ. പെട്ടെന്ന് വളർച്ച നമുക്ക് അറിയാൻ പറ്റും. പിന്നെ കൂട് ഒരുക്കുക എന്ന് പറയുമ്പോൾ കൂട് നല്ല അടി പലകളുള്ളത് ഒരുക്കാം, അടി നെറ്റുള്ളത് ഒരുക്കാം, ഏതും ഇഷ്ടം പോലെ കേട്ടോ. അത്യാവശ്യം വലുപ്പം വേണം കൂടിന്. അതായത് 3 അടിയും 4 അടിയും നീളവും വീതിയൊക്കെ ഉള്ളൊരു കൂടാണെങ്കിൽ ഏറ്റവും നല്ലത്. ഒരു 15 കുഞ്ഞുങ്ങൾക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റും. അടി നെറ്റാണെങ്കിലും കുഴപ്പമില്ല. മഴക്കാലത്ത് കുറച്ച് പ്രശ്നമുണ്ട്, തള്ളക്കോഴി കൂടെ ഉണ്ടാകുമ്പോൾ വിഷയമല്ല. ഇനിയിപ്പം മരക്കൂട് എന്താ പറയുക, അത് ഓരോരുത്തരുടെ ചോയ്സ്, അത് ഞാൻ ഇതാക്കുന്നില്ല. എനിക്ക് മരക്കൂടുണ്ട്, ഞാൻ കമ്പിക്കൂടുണ്ട് ഇട്ട്. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് 2 കൂട്ടിലിട്ടിട്ട് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. എല്ലാത്തിനും കോഴികളോ ഓക്കെയാണ് കേട്ടോ. അത് നമ്മൾ നോക്കുന്ന രീതി അനുസരിച്ചിരിക്കും കേട്ടോ, എല്ലാവരോടും പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതി കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ പരമാവധി കുറയുന്നതാണ്. അപ്പം എന്തെങ്കിലും കാരണവശാൽ എണ്ണം കൂടുമ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ പറയുള്ളത്, ഞാനൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് അത്യാവശ്യം ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അതിനെപ്പറ്റി കുറച്ചൊക്കെ അറിയാം. ദൈവം സഹായിച്ച് കുറച്ച് അറിയുന്നതുകൊണ്ട് നമുക്കൊരു 50 എണ്ണം ഒക്കെ ഒപ്പരട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഈ ഒപ്പര അങ്ങനെ എണ്ണം കൂടുന്നതനുസരിച്ച് രോഗങ്ങൾ കൂടുക, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു 50 എണ്ണത്തിന് ഒപ്പരം വളർത്തുകയാണെങ്കിൽ നമുക്കൊരു 45-42 എണ്ണം വരെ കിട്ടുള്ളൂ, ബാക്കിയുള്ള ചത്തുപോകും. പിന്നെ അതുപോലെ തന്നെ കോഴികൾ അടയിരുന്ന് വിരിഞ്ഞൊരു 10-12 കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 2-3 എണ്ണം ചത്തുപോകും. ഇതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ചടച്ച് നിർത്താൻ നിൽക്കരുത്. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ അതൊക്കെ സഹിക്കണം, അതൊക്കെ പോട്ടേന്ന് വെക്കണം. അതെങ്ങനെയാണ്, ഇത് എത്ര എണ്ണം വിരിച്ച് കഴിഞ്ഞാൽ 1-2 എണ്ണമൊക്കെ ചത്തു പോകാനുണ്ട്. അത് നല്ലതാണ്. എന്താ വെച്ചാൽ അത്ര ഉണ്ടാകുമ്പം എന്താ പറയുക, അത് പ്രകൃതി എടുക്കട്ടെ, അത്ര തന്നെ, അല്ലാപ്പോൾ ഒന്നും പറയാനില്ല. അത് കിട്ടൂല നമുക്ക്. എന്താ വെച്ചാൽ ഈ പോകുന്നതെന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള കോഴിക്കുഞ്ഞ് കിട്ടോ ചത്തും പോകണത്. അതാണ് ഏറ്റവും വലിയ സഹിക്കാൻ കുറച്ച് പ്രയാസം. നമുക്കങ്ങനെ ഉണ്ടാവില്ല. ഏറ്റവും നല്ല ഭംഗിയുള്ള കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പാണ് ഇതിപ്പോൾ എന്തായാലും 2 ദിവസം ഉണ്ടാവുള്ളൂ എന്നുള്ളത് നമുക്ക് അറിയാം. ഒരു ദിവസം ഞാൻ ഇപ്പോൾ ഡേകളുടെ കുഞ്ഞുങ്ങൾ വിരിയുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഏറ്റവും നല്ല ഭംഗിയുള്ള കുട്ടി. അത് ചത്തുപോയിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. എന്തോ അങ്ങനെ ഭംഗി കണ്ടിട്ട് നമുക്ക് തന്നെ കണ്ണെട്ടി പോകണമെന്നോ അറിയില്ല, അത് സ്വാഭാവികം.
അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഈ കൂട് ഒരുക്കി കഴിഞ്ഞ് ഇതാക്കി എല്ലാ സെറ്റപ്പും ചെയ്തിട്ട് പിന്നെ അതുപോലെ മെയിനായിട്ടുള്ള കാര്യം ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ 50 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസുള്ള സ്ഥലം വേണം, ഫുഡ് കാര്യങ്ങൾ മരുന്ന് കാര്യങ്ങളൊക്കെ ആവശ്യം കൂടും. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ തള്ളക്കോഴിയുടെ കൂടെ ഒരു 12-15 താഴോട്ട് കുഞ്ഞുങ്ങളുള്ളതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതാകുമ്പോൾ തള്ളക്കോഴിക്ക് നോക്കാൻ പറ്റുകയും ചെയ്യും. എന്താ പറയുക, ഇത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞുണ്ടായിട്ട് അതായത് വലിയ കോഴിൻ്റെ കൂടെ ഉള്ളവരുടെ പറയുന്നത്. മറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ ബൾബിട്ട് വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് നിന്ന് വാങ്ങിക്കൊണ്ടൊരു പുതിയ ഫാം സെറ്റ് ചെയ്യുമ്പോൾ നിലവിൽ നമുക്ക് ഫാം ഉള്ളതും അതുപോലെ തന്നെ ഫാമിൽ പോട്ടെ, ഫാമിൽ നമുക്കൊരു കോഴി ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഡെവലപ്മെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണെങ്കിൽ ആ കോഴിക്ക് ഒരു 10-15 കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കുഞ്ഞുങ്ങളെ തള്ളക്കോഴിയുടെ കൂടെ തന്നെ ഇടാൻ ശ്രമിക്കുക. പാരസ്റ്റോക്കിലേക്ക് എടുക്ക് വെക്കാനാണെങ്കിൽ നമ്മൾ 1 മാസം എന്നല്ല 1 മാസത്തിന് മേലെ ആ കോഴീനും തള്ളക്കോഴിയും കുഞ്ഞുങ്ങളൊപ്പം തന്നെ ഇടാൻ ശ്രമിക്കട്ടോ. തള്ളയുടെ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വലിയൊരു മെഡിസിനും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാരസ്റ്റോക്കിലേക്ക് വേണ്ട കോഴിക്കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യത്തോടുള്ള കോഴികൾ വേണം. എന്താ വെച്ചാൽ നമുക്കൊരു പരിപാടി സംരംഭം തുടങ്ങിയല്ലേ, അപ്പോൾ അങ്ങനെ ഇട്ടുക, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, തള്ളക്കോഴിയുടെ കൂടെ അങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞ് ഇതാക്കുമ്പോൾ നമുക്ക് പരമാവധി എന്താ പറയുക നല്ല ഫുഡ് കൊടുക്കുക. അതായത് പറഞ്ഞമായിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെതാണ്, പച്ചക്കറീൻ്റെ വേസ്റ്റ് കാര്യങ്ങൾ ഇതൊക്കെ കൊടുത്ത് നല്ല സെറ്റപ്പായിട്ട് എന്താ പറയുക കുഞ്ഞുങ്ങളെ നന്നായിട്ട് പരിചരിക്കുക. അത്യാവശ്യം സ്പേസ് ഉള്ള, അതായത് ഒരു 2 അടി വീതിയും 3 അടി നീളത്തിലുള്ള കൂട് പരമാവധി ഉണ്ടാക്കാൻ ശ്രമിക്കുക. 2-2-ൻ്റെതായാലും വിഷയമല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കൂടുണ്ടെങ്കിൽ നമുക്ക് സുഖസുന്ദരമായിട്ട് 15 കുഞ്ഞുങ്ങൾ വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല കെട്ടിയിട്ട്, പ്ലാസ്റ്റിക്കിൻ്റെ വല കെട്ടിയിട്ട് വേനൽക്കാലത്ത് എന്താ പറയുക പുറത്തിറക്കിയിടാൻ പറ്റും. പിന്നെ ഒരു കാര്യം, നമുക്ക് ഈ നല്ല പാരസ്റ്റോക്കിലേക്കുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി ഈ 4 മാസം ഒഴികെ ബാക്കി ഏത് മാസവും നമുക്ക് പാരസ്റ്റോക്കിലേക്കുള്ള കുഞ്ഞുങ്ങളെ സെറ്റ് ചെയ്യാം കേട്ടോ. അതാണ് ഏറ്റവും കാര്യം. ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അസുഖങ്ങൾ വരുന്ന കോഴികൾക്കുണ്ടാകുന്ന സമയമാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒക്ടോബറിന് മുന്നേ, അതായത് ഈ ഒരു സമയത്ത് നമ്മൾ പാരസ്റ്റോക്കിലേക്കുള്ള കുഞ്ഞുങ്ങളെ, അതായത് ഇതിപ്പോൾ മെയ് മാസമാണ്, ഈ മെയ്, ജൂൺ, ജൂലൈ ഈ 3 മാസത്തിലൊക്കെ തന്നെ മഴ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയമായതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ പാരസ്റ്റോക്കിലേക്കുള്ള കുഞ്ഞുങ്ങളെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഡിസംബറൊക്കെ ആകുന്ന സമയമാകുമ്പോഴത്തേക്കും ഒരു മുട്ടയിടൽ ഏകദേശം സമയമാവുക. ഡിസംബർ, ജനുവരി, അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും മുട്ടയിടൽ ഏകദേശമൊക്കെ എന്താ പറയുക ഇതാവും. അപ്പോഴത്തേക്കും എന്താ ഈ രോഗങ്ങൾ കൂടുതൽ വരുന്നത്, ഈ നാടൻ കോഴി വളർത്തൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാത്ത കാര്യമാണ്. ഈ രോഗങ്ങൾ കൂടുതൽ വരുന്ന മാസമാണ് കേട്ടോ ഈ നവംബർ, ഡിസംബർ, ജനുവരി ഈ ഒരു മാസം. ഈ സമയത്ത് നന്നായിട്ട് കെയറിങ് വേണം. അപ്പോൾ അതിന് തൊട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഈ കോഴികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻ കാര്യങ്ങൾ. അതായത് ഏറ്റവും കൂടുതൽ വരുന്നത് പറഞ്ഞാൽ നമുക്ക് R2B അടിക്കണം, വസന്തയ്ക്കെതിരുള്ള. അപ്പം ഈ R2B അടിക്കുക. പിന്നെ കൂട് പരമാവധി ചൂടില്ലാത്ത രീതിയിൽ തന്നെ സെറ്റ് ചെയ്യണം. ചൂട് ആ ഭാഗത്ത് അടിക്കാനേ പാടില്ല. ആ സമയത്തൊക്കെ നല്ല ചൂട് വെയിലുള്ള സമയത്താണെങ്കിൽ കോഴികൾക്ക് പെട്ടെന്ന് ഡൗൺ ആവും, തീറ്റ എടുത്താൽ തന്നെ ദഹിക്കൂല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ ഈ ഓരോരോ മാസത്തിൽ വരുന്ന രോഗത്തെപ്പറ്റി നിശ്ചയമായിട്ട് എന്താ പറയുക നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. കോഴിനെ വളർത്താറിയാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ കോഴിനെ വളർത്താറിയാം. പക്ഷേ രോഗങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കോഴിനെ ഒഴിവാക്കിയിടും, അത് ചത്തുപോകും. അങ്ങനെ ചെയ്യാം. അതിനെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഞാൻ പറഞ്ഞില്ലേ വിരിഞ്ഞ് കഴിഞ്ഞൊരു 10 ദിവസത്തിന് ശേഷം നമ്മൾ എന്താ പറയുക നമ്മൾ കഷായത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് വെറ്റില, കുരുമുളക്, വെളുത്തുള്ളി, ചെറുള്ളി, ഇഞ്ചി, മഞ്ഞൾ, പിന്നെ അതുപോലെ തന്നെ പനിക്കൂർക്കൽ, തുളസീൻ്റെ ഇല, ഈ സാധനങ്ങളൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം ഒരാഴ്ചയിൽ 1 തവണയെങ്കിലും കൊടുക്കുക. ഇതിനകത്ത് ആര്യവേപ്പ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഈ സമയത്തൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഞാൻ പറഞ്ഞ നവംബർ, ഡിസംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ സമയത്തൊക്കെ എന്താണ് ആര്യവേപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഇതും കൂടെ കൊടുക്കുമ്പോഴത്തേ അത് വസന്തയ്ക്ക് എന്താ ഒരു പ്രിക്കോഷൻ ആട്ടോ. അതായത് കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഹെൽത്തി ആയിരിക്കുകയും ചെയ്യും. വസന്തയ്ക്ക് വന്നാൽ ഒരുവിധമൊക്കെ ചേർക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ ആര്യവേപ്പിനെ കൊണ്ട് തന്നെ ഭയങ്കര. പിന്നെ അതുപോലെ തന്നെ ഈ കുരുപ്പൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. ഫാം അടക്കി കാലിയായി പോകും പെട്ടെന്ന് വന്നിട്ട്. അപ്പോൾ ഈ ആര്യവേപ്പ് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു മരുന്നാണ്. ഈ മരുന്നും മഞ്ഞളും കൂടെ ചെല്ലുമ്പോൾ തന്നെ ഇതുപോലത്തെ അസുഖങ്ങളിൽ നിന്നൊക്കെ വരെ സംരക്ഷിക്കും. അതായത് ആ ഒരു മാസത്തിൽ, ആ ഒരു 4 മാസം ഇവർക്ക് എന്താ പറയുക ആഴ്ചയിൽ നിന്നുള്ളത് 5 ദിവസം കൂടുമ്പോൾ പരമാവധി കൊടുക്കാൻ ഒരു ചിലവില്ല. അവനവൻ്റെ വീട്ടുമുറ്റത്ത് വളർത്താവുന്ന ചെടികളാണ് ഇതൊക്കെ. അപ്പോൾ ഈ ചെടികളൊക്കെ നമ്മൾ വളർത്തി ഇതാക്കുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എന്താണ് നമുക്ക് പറിച്ച് കലക്കി കൊടുക്കുക. നമ്മൾ എന്താ പറയുക ഒരു മടിയും വിചാരിക്കേണ്ട. ഈ സമയത്തൊക്കെ 5 ദിവസം കൂടുമ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് കോഴികൾ നല്ല ഹെൽത്തി ആയി നിൽക്കുകയും ചെയ്യും, അസുഖങ്ങളൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുകയും ചെയ്യും. അങ്ങനെ ഒരുപാടുണ്ട് ഈ ഒരു എന്താ പറയുക സെറ്റപ്പ്. ഞാൻ തന്നെ ഇപ്പം തന്നെ ഉണ്ടല്ലോ ഒരുപാട്. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സുഹൃത്തുക്കളെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ കോഴി വളർത്തുന്നത് ഉണ്ട് എന്ന് തന്നെ ഞാൻ അറിയാനിടയായത്. അതും നമ്മുടെ സുഹൃത്തുക്കൾ. ഇപ്പോൾ എത്രത്തോളം വീഡിയോ ഇട്ടൊക്കെ നമ്മളെ സുഹൃത്തുക്കൾ, നമ്മളെ അടുത്തുള്ള സുഹൃത്തുക്കളാണ്. അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 കിലോമീറ്റർ ചുറ്റളവിന്. ഇവരൊക്കെ കയ്യിൽ കോഴി ഉണ്ട് എന്നുള്ളത് അറിയണ തന്നെ എന്താ പറയുക നമ്മളെ വീഡിയോ കണ്ടിട്ടൊന്നവരതിനെ പറ്റി പറഞ്ഞിട്ടൊന്നുമില്ല.
നമ്മളതിനെപ്പറ്റി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ തീറ്റ വാങ്ങാൻ പോകുന്ന സമയത്താണ് ഇവരൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞ് എനിക്ക് കുറച്ച് കോഴികളുണ്ട്. കോഴികൾ വെച്ചപ്പോൾ 100 കോഴിയുണ്ടെന്ന് പറഞ്ഞ് ചിലർ 50 കോഴിയുണ്ട്, ചില പറഞ്ഞ് ചില 75 കോഴി 100 150 അങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴാണ് അറിയാൻ തുടങ്ങിയത്. അപ്പോൾ ഇതെല്ലാവരും എന്താ പറയുക ചെറിയ തോതിലൊരു സൈഡായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത് മെയിൻ ജോലീൻ്റെ കൂടെ തന്നെ. അപ്പോൾ നമ്മൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വീട്ടമ്മമാർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. എന്താ വെച്ചാൽ ഇപ്പം നമ്മളെ വീട്ടിൽ 2 ആൾ വരുമാനത്തിന് പോകാതെ ഒരു പരിപാടി നടക്കില്ല. അത് പുരുഷന്മാരെ മാത്രം ആശ്രയിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നല്ല, പുരുഷന്മാർ മാത്രം അധ്വാനിച്ചുകൊണ്ട് കാര്യമില്ല, സ്ത്രീകളും അധ്വാനിക്കണം. അപ്പം ഈ പുറത്തൊക്കെ പോയി ജോലി ചെയ്യാൻ മടിയുള്ള സ്ത്രീകളാണെങ്കിൽ ഒന്ന് മെനക്കെട്ടാൽ മതി. ഈ കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീട് ചെറിയൊരു എന്താ പറയുക നേരെ ചെറിയൊരു കൂടുണ്ടാക്കുക. ഒരു 2 കള്ളികളൊരു 20 അല്ല ഒരു 10 കോഴിനുള്ള കൂടുണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് എന്താ പറയുക സ്ഥലത്ത് വലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പറഞ്ഞ രീതിയിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സുഖസുന്ദരമായിട്ട് കോഴിനെ വളർത്തിയെടുത്ത് പോകാവുന്നതുള്ളൂ. ഏതൊരാൾക്കും കഴിയും. എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബിൽ കുറേ ആൾക്കാർ വരുന്നുണ്ട്. മലപ്പുറത്തുള്ള ഒരാളുണ്ട്. അപ്പോൾ അവരെന്നെ കണ്ടിട്ടുണ്ട്. എന്തെന്ന് അവരുടെ വീടിനടുത്തുള്ള അവരുടെ അമ്മായിൻ്റെത്, വല്യമ്മേൻ്റെത്, മുത്തച്ഛൻ അങ്ങനെ പറഞ്ഞ് കുറേ വീഡിയോ ചെയ്യുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോഴികൾ ഇവരെ വളർത്തുന്നതിനെ പറ്റി നല്ല വിൽപ്പന നടക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോൻ്റെ ചോട്ടിലിടാം, ഒരു കുഴപ്പമില്ല. പിന്നെ അതുപോലെ നമ്മുടെ പല വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിനകത്തൊക്കെ ആഡായിട്ട് നിങ്ങൾക്ക് അവിടെ സെയിൽ പോസ്റ്റ് ഇടാം. അതും പോട്ടെ, സ്വന്തമായിട്ട് തന്നെ വെറുതെ ഒരു യൂട്യൂബിൽ പറയുക ചെറിയൊരു വീഡിയോ എടുക്കുക, നമ്പറും കൊടുക്കുക ചെയ്താൽ മതി, പ്രശ്നമല്ല. അങ്ങനെ അതിന് ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ അങ്ങനെ പല മാർഗ്ഗങ്ങളുണ്ട്. അതൊക്കെ എല്ലാവരും ചോദിച്ച് ചെയ്യാം. എന്താ വെച്ചാൽ നമുക്കിത് മാർക്കറ്റിംഗ് ആണ് എല്ലാവർക്കും ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത്. മാർക്കറ്റിംഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിന്നാൽ നടക്കില്ല. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഞാൻ കോഴിനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മളെ അങ്ങാടിയിൽ വെറുതെ 2-3 പോസ്റ്റർ ഒട്ടിച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ സാധനം ചിലവായി. പിന്നെ നമുക്കറിയില്ല. പിന്നെ പുറത്തുനിന്നൊക്കെ എൻക്വയറി ചെയ്യാൻ തുടങ്ങി. പക്ഷേ നമ്മൾ മെയിൻ റോഡിലാണ് ഇത് ഒട്ടിച്ചത്. അപ്പോൾ പുറത്തു കൂടെ പോകുന്ന ആൾക്കാർ ഇങ്ങനെ എൻക്വയറി ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഡെലിവറിനെ പറ്റിയൊന്നും അറിയില്ല. ഇപ്പോൾ എല്ലാ നാട്ടിലുള്ളവർക്ക് പിന്നെ ഞാൻ പുറത്ത് പോയി കൊടുക്കുക ചെയ്യാം. അപ്പോൾ കുറച്ച് ഇതുണ്ടാവും. ഡെലിവറി ചാർജ് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മളെ സമയം കുറച്ച് നഷ്ടം ഉണ്ടാവും. സമയം നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം നഷ്ടം ഉണ്ടാവില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3-4 ഡെലിവറിക്ക് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ക്യാഷ് കുറച്ച്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത് നമുക്ക് കുറച്ച് ലാഭം തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചുള്ളത് ഇവർക്ക് പോയിക്കൊള്ളാമെന്ന് കഴിയില്ല. അപ്പോൾ വീട്ടിലുള്ള ആരെങ്കിലും സഹായിക്കാൻ നോക്കുക. അല്ലെങ്കിൽ അതുപോലത്തെ പെറ്റ്സ് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഓൾ കേരള കൊടുക്കാനുള്ള. അപ്പോൾ അതിലേക്ക് കൊടുക്കാനൊക്കെ സഹായിക്കുക. പിന്നെ അതുപോലത്തെ എന്താ പറയുക ഈ പകൽ സമയങ്ങളിൽ നിങ്ങൾ വീടിന് ചുറ്റുവട്ടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റൊക്കെ ഒന്ന് പുറത്തിറങ്ങി നോക്കുക. ഇതൊക്കെ വീട്ടിലേക്ക് തന്നെ ആൾക്കാർ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരും. നമ്മൾ പുറത്തോട്ട് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 1000 ആൾക്കാർ വാങ്ങാനുണ്ട്. പക്ഷേ നമ്മളുടെ സ്ഥലത്ത് നിന്നിട്ട് ഇവിടെ വന്ന് വാങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് 1, 2, 3 ഏറിപ്പോയാൽ 10 ആൾക്കാരെ വാങ്ങുള്ളൂ. അതിൽ കാര്യമില്ലല്ലോ. നമ്മൾ തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ സ്ത്രീകളെ കുറച്ചൊന്ന് പുറത്തിറങ്ങാൻ നോക്കുക. അതാണ് പുറത്തിറങ്ങി കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുമ്പോൾ അതിന് സ്ഥിതിഗതികൾ മനസ്സിലാകുമ്പോൾ എന്താ പറയുക നമുക്ക് ഇത് വീണ്ടും മുന്നോട്ട് തുടരാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുറച്ച് പൈസ കയ്യിൽ വരുമ്പോൾ അത് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ പിന്നെ ഇതിനൊന്നും ബുദ്ധിമുട്ടുള്ള ആൾക്കാണെങ്കിൽ പരിപാടിക്ക് നിൽക്കുക. അതേ പറയാനുള്ളൂ. പൈസ വേണാനും കോഴിനെ വളർത്തുകയും വേണം. അങ്ങനെയുള്ളൊരു വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് വളർത്തുക. മുട്ടേൻ്റെ ആവശ്യത്തിന്, ഇറച്ചിയുടെ ആവശ്യത്തിന് വേണ്ടി വളർത്തുക, അതാക്കുക, അയൽവക്കത്തുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെ ശരിക്കും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ തിരഞ്ഞു പിടിച്ച് വരുന്നവർക്കുണ്ടെങ്കിൽ, അതായത് കുറച്ച് ആൾക്കാർ വരും, ചുറ്റുവട്ടത്തുള്ളവർ വരും, അതെപ്പോഴെങ്കിലും കേൾക്കും. അങ്ങനെയൊക്കെ വന്ന് സെയിലെടുത്തുന്ന ആൾക്കാരുണ്ടോ. ആരെ കുറ്റം പറഞ്ഞതല്ല. അവർക്ക് അങ്ങനെ രീതിയിൽ പോകാൻ മതി എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ കുറച്ചുകൂടെ ഒന്ന് വിപുലീകരിച്ച് ചെയ്തിട്ട് അത്യാവശ്യം വരുമാനം കിട്ടണം എന്നുള്ളൊരു തോതിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ഒരു കേരളത്തിലെ എല്ലാ വീടുകളിലും എല്ലാവരുടെ വീട്ടിലും കടങ്ങളുണ്ടാവുമല്ലോ. അത് സ്വാഭാവികമാണ്. അപ്പോൾ ഈ കടങ്ങളൊക്കെ വീട്ടാൻ തന്നെ ഒരു സൈഡ് ബിസിനസ് എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലുള്ളവരെ എന്തായാലും കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് എന്തെങ്കിലും ഇതിലേക്ക് സഹായിക്കാമെന്നൊരു മനസ്ഥിതി വരുമ്പോൾ നമുക്ക് പല പരിപാടിയിലേക്കും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് എന്താ പറയുക നല്ല കാര്യം. ഇത് നല്ലൊരു പരിപാടിയാണ്. ഇത് നാടൻ കോഴി വളർത്തുന്നതാണ് പരിപാടി കേട്ടോ. അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രോഗങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖസുന്ദരമായിട്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം വരുമാനം സുഖമായിട്ട് കിട്ടും. അങ്ങനെ വരുമാനം കിട്ടുന്ന ഒരാളാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കുറച്ച് പാരസ്റ്റോക്കിൽ കുഞ്ഞുങ്ങളെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 100-100ഓളം കുഞ്ഞുങ്ങളെ നമ്മൾ വിരിയിച്ച്, അപ്പോൾ അതിനകത്ത് ഇപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളെ ഒരു 10-60 കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുത്ത് ഇനിയും കൊടുക്കാനുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഞാൻ ഡീറ്റെയിലായി ഞാൻ പറഞ്ഞുതരാം. ആരൊക്കെ വാങ്ങി എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അവർ ഇതിൻ്റെ ചോട്ടിൽ കമൻറ്റ് ഇട്ടാൽ വളരെ ഉപകാരം കൂടി ആയിരിക്കും കേട്ടോ. ഞാനൊരു വീഡിയോ പിന്നെ ചെയ്യാം. അപ്പോൾ എത്രത്തോളം നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട്. നമ്മൾ മുന്നത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ 30 കോഴിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് കുറേ ആൾക്കാർ പണ്ട് ഇത് വെറും പ്രഹസനം നടക്കുന്ന പരിപാടിയല്ല എന്നുള്ളത്. പക്ഷേ നമ്മളതിൻ്റെ രീതി ചെയ്ത് കഴിഞ്ഞാൽ നടക്കും. എനിക്ക് നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനത് എല്ലാവരിലേക്ക് എത്തിക്കാൻ നോക്കുന്നു. മറ്റുള്ളവർക്ക് നടക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒറ്റയടിക്ക് പൈസ ഉണ്ടാക്കണം വിചാരിക്കുന്നവർക്ക് ഇത് പരിപാടി നടക്കില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തീറ്റ കുറേ വാങ്ങിക്കൂട്ടിയിട്ടും കാര്യമില്ല. അതൊക്കെ നഷ്ടമേ ഉണ്ടാവുള്ളൂ. അപ്പം തീറ്റച്ചെലവ് പരമാവധി കുറയ്ക്കാനുള്ള വഴി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ നാടൻ കോഴിനെ വളർത്തി സുഖസുന്ദരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനാണ് പറഞ്ഞത് കുറച്ച് സ്ഥലം വേണം. അപ്പോൾ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അതിനകത്ത് ചുറ്റുവട്ടത്തൊക്കെ ഒരു വല കെട്ടുക എന്നുള്ളത് നിർബന്ധമാണ്.
പിന്നെ അഴിച്ചു വളർത്താൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ അഴിച്ചിട്ട് വളർത്താം. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ എണ്ണം കുറയും. നായ പൂച്ച പിടിക്കുന്നു, അത് പിടിക്കുന്നു, ഇത് പിടിക്കുന്നു, അങ്ങനെയാണ് കുറേ ആൾക്കാർ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ട പ്രിക്കോഷനും കാര്യങ്ങളൊക്കെ ചുറ്റുവട്ടത്തും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. എന്നിട്ട് വേണം ഈ സാധനം വളർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ വളർത്തുമ്പം എന്താ പറയുക, ഒരു സാധനം നഷ്ടപ്പെടുകയല്ല, എന്താ പറയുക, നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാനും പറ്റും. നമുക്കൊരു മടുപ്പ് വരില്ല. ഇതൊക്കെ ഇങ്ങനെ ചാവുക, എന്തെങ്കിലും പിടിച്ചു പോകുമ്പം ഡൗൺ ആകാൻ തുടങ്ങും. തുടക്കത്തിൽ ഭയങ്കര ആവേശമായിരിക്കും, വളർത്തി അത്യാവശ്യം വലുതാകുമ്പോൾ എന്തെങ്കിലും പിടിച്ചു പോകുമ്പോൾ അയ്യോ അത് പിടിച്ചു പോയി, ഇതായി എന്നും പറഞ്ഞിട്ട് പിന്നെ ഡൗൺ ആവും, പിന്നെ വേണ്ടാന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യരുത്, വീണ്ടും ചെയ്യാം, അത്ര തന്നെ. എന്താ പറയുക, വീട്ടിൽ ഒരു കോഴി തന്നെ ഉണ്ടായാൽ മതി, ഒരൊറ്റ നാടൻ കോഴി ഉണ്ടായാൽ തന്നെ മതി. അതിനെ വിരിയിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 6 മാസം വെയിറ്റ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ 6 മാസം കഴിയുമ്പോൾ 10 കോഴി ഉണ്ടെങ്കിൽ അതിനകത്ത് 4 പെട ഉണ്ടെങ്കിൽ 5 തള്ളയും കൂട്ടി 5 പെടയായി. അപ്പോൾ ഈ 5 എണ്ണത്തിന് 10 വെച്ചാൽ 50 എണ്ണമായി. അങ്ങനെ ഏറ്റവും കൂടുതൽ നമുക്ക് പെട്ടെന്ന് എണ്ണം കൂട്ടി ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു പരിപാടിയാണ് ഈ കോഴി. പശു ആയാലും ആടായി കഴിഞ്ഞാൽ 1-2 കുഞ്ഞുങ്ങളെ ഉണ്ടാവുള്ളൂ വർഷത്തിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അപ്പോൾ എത്രത്തോളം ഇതിനകത്ത് കിട്ടുമെന്നുള്ള, ഇൻകം കിട്ടുന്നില്ല. പക്ഷെ നേരെ മറിച്ച് കോഴിയാകുമ്പോൾ നമുക്ക് കോഴികളെ എണ്ണം ഒറ്റയടിക്ക് പെട്ടെന്ന് കൂട്ടാൻ പറ്റും. അതായത് പെട്ടെന്നൊരു ഫാം തുടങ്ങി ഇപ്പോൾ ഒരു 10 കോഴിനെ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ വാങ്ങുക, ഒരു 6 മാസം വളർത്തുക, 6 മാസം കഴിഞ്ഞ് മുട്ടയിടുമ്പോൾ 10 എണ്ണം മുട്ടയിടുമ്പോൾ തന്നെ 10 മുട്ടനിട്ട് കൂട്ടുമ്പോൾ തന്നെ 10 × 10 100 മുട്ടയായി. അപ്പോൾ 100 കോഴിനാക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ കാര്യം ഈ നാടൻ കോഴിനെട്ടോ. പിന്നെ അത് പരിചരിച്ച് നമ്മൾ കൊണ്ടുവരുന്ന രീതിക്ക് അനുസരിച്ചിരിക്കും ഈറ്റിങ്ങളുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താ പറയുക, ഒരു ഫാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അറിയണം. ഒറ്റയടിക്കൊന്നും അറിയാൻ പറ്റില്ല. അതിനെ പറഞ്ഞാൽ നമ്മൾ ഓരോ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെറുങ്ങനെ മനസ്സിരുത്തി ഒന്ന് കണ്ടാൽ, അതായത് തുടക്കം മാത്രം കണ്ട് അവസാനം കണ്ട് പോകാതെ അതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ, ഞാൻ പറയുന്നുണ്ട്, അതായത് 1 മുതൽ പാർട്ട് 15 വരെയോ 16 വരെയുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു നാടൻ കോഴി ഫാം എങ്ങനെ സെറ്റ് ചെയ്യാം, നാടൻ കോഴി കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാം, എങ്ങനെ ഇതാക്കുന്നത്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യുന്ന രീതി പറയുന്നുണ്ട്. അതുപോലത്തെ രീതി ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ചെയ്യുന്നവർക്ക് അത്യാവശ്യം റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുമുണ്ട് കേട്ടോ. അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ രീതി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ. അപ്പം എന്താ പറയുക, ഇപ്പം നമ്മൾ പുതിയൊരു ഫാം സെറ്റ് ചെയ്യുമ്പോഴും ഇതാക്കുമ്പോഴൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് പറയാൻ എപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. നാടൻ കോഴിയുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത്. നമ്മളൊരു കൂടുണ്ടെങ്കിൽ കൂടിൻ്റെ അടിയിൽ എന്താ പറയുക, അറക്കപ്പൊടി, അതുപോലെ തന്നെ ചിന്തേരി പൊടി എന്ന് പറയുമല്ലോ, ആ പൊടികൾ, അതുപോലെ തന്നെ നമ്മളെ ചകിരിച്ചോറ്, ഇതൊക്കെ ഇടും. അടുപ്പിച്ച് വെച്ച് പറയുകയാണെങ്കിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കോഴിക്കാട്ടം അടിക്കി പോയിക്കോളും. ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ കുത്തി ഇളക്കി എടുത്തിട്ട് നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ട് നമ്മൾ പച്ചക്കറി, അതായത് നമ്മളെ നാടൻ കോഴി വളർത്തുന്ന നമ്മുടെ വേസ്റ്റിനകത്ത് നിന്ന് നമ്മളെന്തെങ്കിലും ചാക്കിൽ കെട്ടി വെക്കുക ചെയ്യുക കേട്ടോ. ചാക്കിൽ കെട്ടി കുറേ വെച്ചിട്ടുമുണ്ട്. ഇപ്രാവശ്യം എല്ലാം എടുത്ത് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്തപ്പം മത്തന്, വെള്ളരി, കുമ്പളം, തക്കാളി, പയറ്, പടവലം, ബീച്ചിങ്ങ, എല്ലാ സാധനം, വഴുതന, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഈ വേറെ പുറത്തുനിന്നുള്ളൊരു വളമൊന്നും ഉപയോഗിക്കാതെ, പുറത്തുനിന്ന് എല്ലുപൊടി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, ഇതൊക്കെ കൂടെ മിക്സ് ചെയ്ത് കൂട്ടുവളം ഉണ്ടാക്കിയിട്ട് കോഴിക്കാട്ടം കൊണ്ട് നനച്ചൊരു വളം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ആൾക്കാർ കാണുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഈ എന്താ പറയുക, വർഷത്തിലൊരു തവണയാണല്ലോ നമ്മൾ കൃഷി ചെയ്യുക. ഒരു 3 മാസത്തോളം കൃഷി ചെയ്യാൻ സമയം കിട്ടുക. ആ സമയത്തേക്ക് ഇതൊക്കെ നമ്മൾ പരമാവധി യൂസ് ചെയ്യും. പിന്നെ ചുറ്റുപാടത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ കൊടുക്കുകയും ചെയ്യും. പൈസയ്ക്ക് കൊടുക്കുന്നവർക്ക് പൈസയ്ക്ക് കൊടുക്കുക. അത്യാവശ്യം കോഴി എണ്ണ ഉണ്ടെങ്കിൽ കേട്ടോ, ഒരു 100-150 കോഴി ഉണ്ടെങ്കിൽ സുഖമായിട്ട് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇത്രയും കോഴിനെ കൊണ്ട് നമ്മളിപ്പോൾ ആ സമയത്ത് കുറച്ച് കോഴി ഉള്ളതിനും ഇപ്പോൾ 10-40 കോഴിയായി. അപ്പോൾ എന്താ പറയുക, ആ സമയത്ത് നമുക്ക് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യണം. നമ്മളിങ്ങനെ കൃഷിക്ക് ഇട്ടിട്ടാണ്. അത് പോട്ടെ, ഈ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ, മഴക്കാലം പോട്ടെ, അല്ലാത്ത സമയത്തൊക്കെ കഴിഞ്ഞാൽ തെങ്ങ്, വാഴ, അതുപോലെ തന്നെ മുളകുകൾ, അങ്ങനെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് എന്തെങ്കിലും പപ്പായ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നട്ട് നനച്ചുണ്ടാക്കുമല്ലോ. അപ്പോൾ അതിലേക്കൊക്കെ എന്താ പറയുക, ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് നമ്മളെ വേസ്റ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുപാടല്ല കേട്ടോ, ഒരു മീഡിയം, ഒരു 10-30 കോഴിക്ക് താഴെ വളർത്തുന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതിന് മേലോട്ടുള്ളവർക്ക് പറഞ്ഞാൽ അധികം ഉണ്ടെങ്കിൽ വിൽക്കാം. അതിനൊക്കെ ഇഷ്ടംപോലെ വകുപ്പുണ്ട്. എന്നുവെച്ചാൽ നമ്മളെ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല, ഇതിനകത്തൊക്കെ പറ്റും, എന്ത് നമുക്ക് വിൽക്കാൻ കഴിയും, ഒരു പ്രശ്നമില്ല. അപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യണത് നമ്മൾ എന്താ പറയുക, അതൊക്കെ ചാക്കി കെട്ടിയെടുത്ത് വെച്ചിട്ട് ഈ ഒരു സമയത്ത് കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നരാടം ഇത് കൊടുക്കുക ചെയ്യുക. ഇത് കൊടുക്കുമ്പോൾ നല്ല ഫലം കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ലോണം പ്രാവശ്യം നമുക്ക് പച്ചക്കറി ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ പയർ, തക്കാളിയൊക്കെ ഒരുപാടെന്ന് പറഞ്ഞാൽ നമുക്കൊരു 10-12 മൂട് തക്കാളി ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് തന്നെ നമുക്ക് 10 കിലോയ്ക്ക് മേലെ തക്കാളി കിട്ടിയിട്ടുണ്ട്. അപ്പം അതിന് ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുള്ളൂ. അതിന് ശേഷമുള്ള വീഡിയോ നമ്മൾ ചെയ്ത് വെച്ചിട്ടില്ല. ഇനി അടുത്ത തവണ കൃഷി ചെയ്യുമ്പോൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കും. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോഴിക്കാട്ടം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ ആയി കാണിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഒരു 5-6 മാസം കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിലും ബുദ്ധിമുട്ടില്ല. അപ്പം നമ്മളൊന്ന് ഇറങ്ങി തിരിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. ഇറങ്ങി തിരിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ചെയ്യാവുന്നുള്ളൂ, നമുക്ക് എളുപ്പമാകുന്നുള്ളൂ. പിന്നെ ഫസ്റ്റത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അതായത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടും പ്രശ്നം ഉണ്ടാവും. അതൊക്കെ എന്താ പറയുക, തരണം ചെയ്ത് പോരണം. അതൊക്കെ തരണം ചെയ്താൽ ഒറ്റൊന്നും വേണ്ട. എന്താ വെച്ചാൽ എനിക്കിതൊക്കെ സഹിക്കാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ,
100 കോഴീനെ കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ട് 100 എണ്ണം ചത്തു പോയിട്ടുണ്ട് എനിക്ക്. 100 എണ്ണം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ചത്തു പോകുന്നത് എന്ത് ചെയ്യണം എന്നുള്ള സംശയം ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കാര്യം തന്നെയാണ് ഞാൻ മനസ്സിലാക്കല്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതുപോലെ ഉണ്ടായിട്ടുണ്ട്. 100 എണ്ണം 100 കുഞ്ഞുങ്ങളെ 102 കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുത്തിട്ട് 7 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും 8-ാമത്തെ ദിവസം 9-ാം ദിവസം 10-ാം ദിവസം 15-ാമത്തെ ദിവസമായപ്പോഴത്തേക്കും ഒക്കെ ചത്ത് പോയിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇട്ടെറിഞ്ഞ് പോയിട്ടില്ല. ഞാനത് എന്തുകൊണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിട്ട് അടുത്ത തവണയും, അതായത് ഒരു 1.5 മാസത്തിന് ശേഷം വീണ്ടും കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ട് അതിനകത്തുനിന്ന് 100 എണ്ണം 120 എണ്ണം വിരിയിച്ചതിൽ 105 എണ്ണത്തിന് എനിക്ക് എന്താ പറയുക സേവ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു 1.5 മാസ കാലയളവിൽ ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ, അന്ന് ഈ യൂട്യൂബും കാര്യങ്ങളൊന്നുമില്ല, ഉണ്ട് പക്ഷേ നമുക്കില്ല. അതുപോലെ തന്നെ നമ്മളങ്ങനെ വീഡിയോസ് അങ്ങനെ തോന്നെ കാണാറുമില്ല, ഇതിനെപ്പറ്റിയൊരു അറിവില്ല. നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മൾ നാടൻ രീതിയിൽ നമ്മളുടെ തലമൂത്ത ആൾക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്തപ്പോൾ ആണ് ഈ കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെയാണ് ഈ പുല്ലും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് കൊടുക്കണം എന്നുള്ളത് ആരും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. ഞാൻ ഈ കോഴികൾ പുല്ല് കൊത്തി കഴിക്കുന്നുണ്ടപ്പോൾ ജസ്റ്റ് വെറുതെ ചീര എന്ന് അരിഞ്ഞെടുത്ത് കൊടുത്ത് പഠിച്ചപ്പോൾ കുഞ്ഞുങ്ങൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി ശാസ്ത്രീയമായിട്ട് നമ്മൾ അങ്ങനെ അറിയാനും തുടങ്ങി, ഓരോ കാര്യങ്ങളൊക്കെ വായിച്ചറിയാൻ ഇതാക്കാനൊക്കെ ചേർന്നപ്പം ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ തുടങ്ങി. പിന്നെ ഫ്രൂട്ട്സ് കഴിച്ചാൽ നമുക്ക് വിറ്റാമിൻസ് കിട്ടുമല്ലോ. അപ്പം ഞാനൊരു എന്താ പറയുക, ഒരു കോഴീനെ ഞാനൊരു മനുഷ്യനായിട്ട് തന്നെ കണ്ടാണ്. നമുക്ക് വിറ്റാമിൻസും കാൽസ്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കഴിക്കുന്നത് ഇതാക്കുന്നത് എന്നുള്ള കണക്കാക്കി അത് കൊടുത്ത് കോഴിക്ക് പറഞ്ഞ മാതിരി ഫ്രൂട്ട്സ് ആയിട്ടും പച്ചക്കറി ആയിട്ടും അപ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടി. പിന്നെ അതങ്ങനെ കണ്ടിന്യൂസ് പോകുന്നു. പിന്നെയാണല്ലോ ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു റൊട്ടേഷൻ ചാർട്ട് ഉണ്ട്. ആ ചാർട്ടിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് സുഖസുന്ദരമായിട്ട് ചെയ്യാവുന്നുള്ളൂ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുക, ഒരു നാടൻ കോഴി വളർത്തുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കറക്റ്റ് വീണ്ടും പറഞ്ഞുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു വിധം എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതിലെന്തെങ്കിലും വിട്ടുപോയോ? എനിക്ക് തോന്നുന്നൊന്നും വിട്ടുപോയിട്ടില്ല. ഒന്നാമത് വിട്ടുപോയിട്ടുള്ള മെയിൻ കാര്യം വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. ആ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചും നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുറ്റുവട്ടത്തുള്ളവർക്ക് എന്താ പറയുക, ഇതിപ്പോൾ ഒരുപാട് കെട്ടിക്കിടന്നിട്ട് വാങ്ങില്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ളവർക്ക് കൊടുക്കുക. 1-2 ചാക്ക കണ്ടെങ്കിൽ കുറച്ച് കൊടുക്കുക നമുക്ക്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അവർക്കും കാര്യമാണ്. ആരും പച്ചക്കറി അപ്പുറത്തുള്ളവരൊക്കെ നട്ട് വെച്ചുണ്ടാക്കും. അതായത് വെച്ചാൽ നമ്മൾ ഈ കോഴികൾ അയൽവക്കത്തേക്ക് പോയിട്ടാണ് ഈ പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടാകുന്നത്. അടല ചിക്കി പെറുക്കുന്നത്, ഇതാക്കുന്നത്. നേരെ മറിച്ച് കോഴി നമ്മൾ തുറന്ന് വിടുകയും ചെയ്യുക. ഇവർക്ക് ഇച്ചിരി വളങ്ങളെടുത്ത് കൊടുക്കുക. ഈ കോഴിക്കാഷ്ടത്തിൻ്റെ എന്തെങ്കിലും വളങ്ങളോ കാര്യങ്ങളോ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് പച്ചക്കറി ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അവർക്ക് പരാതി പറയുന്നത് കുറയും. വളം നമ്മളോട് വാങ്ങിയിട്ട് നമ്മളെ കോഴി ചെല്ലുന്നുള്ള പരാതി ലക്ഷം കുറയുന്നതല്ല, അവർ കോഴിനെ ഓടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. നമ്മൾ വളം തന്നില്ല എന്താ പറയുക, നമുക്കൊരു സോപ്പിടൽ പറയില്ലേ, അതുപോലത്തെ ഒരു പരിപാടിയൊക്കെ തന്നെയാണിത്. അതൊക്കെ അങ്ങനെ ഇതായി ചെയ്ത് പോവുക. നമ്മളങ്ങനെ ചെയ്യണ്ടേ. നമ്മളെ കോഴികളപ്പുറത്തെ പറമ്പ് വീട്ടിലൊക്കെ പോകലുണ്ട്. അവിടെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ മാതിരി മാന്തലും ചിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. പക്ഷെ പറഞ്ഞ കാര്യമാണ്, നമ്മൾ അത്യാവശ്യം വളമോ കാര്യങ്ങളോ അല്ലെ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ വെറുതെ കൊടുക്കും. അപ്പോൾ അവർക്കൊരു സന്തോഷം. അപ്പം എന്താ പറയുക, അവരെ വായടപ്പിക്കാമെന്നല്ല, അപ്പോൾ അവർ നമ്മൾ കുറച്ചൊരു കൺട്രോൾഡ് ആവും, നമ്മളൊരു പിടിയിലെത്തും. അതങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും പരമായി ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അവരെപ്പോഴും ഒരു എന്താ പറയുക, സംഘർഷമില്ലാതെ നമ്മളൊരു എന്താ പറയുക, ഒരു കോംപ്രമൈസിൽ പോവുക. അങ്ങനെ പോകുമ്പോൾ നമുക്ക് സുഖസുന്ദരമായിട്ട് കോഴിനെ വളർത്തിയെടുക്കാനും പറ്റും. പിന്നെ പരമാവധി ചുറ്റുവട്ടത്തൊക്കെ കോഴിയില്ലാത്ത പോലെ ഉണ്ടെങ്കിൽ എന്താ അത് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് കോഴീനെ വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ, എന്താ പറയുക, വളർത്താത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ കോഴി അവിടെ പോയ പ്രശ്നമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു 1-2 കോഴി നിങ്ങൾ വളർത്തിക്കൊള്ളിയും പറഞ്ഞ് വെറുതെ കൊടുക്കുക അവർക്ക്. അപ്പോൾ അവരുടെ വീട്ടിലും കോഴി ഉണ്ടാകുമ്പോൾ അവിടെ ചിക്കനും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെയും കോഴിയുണ്ട് ഇവിടെയും കോഴിയുണ്ട്. അങ്ങനെയും ചെയ്യാം. അങ്ങനെയൊക്കെ പല ഐഡിയകളുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ചെയ്യലുമുണ്ട്. നമ്മൾ വീടിനടുത്ത് ഇങ്ങനെ കോഴിയില്ലാത്ത ആൾക്കാരുണ്ട്. കോഴികൾ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കും. 1-2 പ്രാവശ്യം പറയും. അപ്പോൾ 1-2 പ്രാവശ്യം കഴിയുമ്പോൾ 2 കോഴിക്കൂട്ടുള്ള പടക്കൂട്ടുള്ള എടുത്ത് കൊടുക്കുക അവർക്ക്, വെറുതെ കൊടുക്കുക. അപ്പം പിന്നെ പ്രശ്നങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വരില്ല അവർ. അത് അങ്ങനെയാണത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു നാടൻ കോഴി വളർത്തുമ്പോൾ എന്താ പറയുക, ഇതല്ല കേട്ടോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങളാണ് നാടൻ കോഴി വളർത്തുമ്പോൾ എല്ലാവരും പാലിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതുപോലെയൊക്കെ വളർത്തുക. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല കൂട്, നല്ല അത്യാവശ്യം ഇതിൽ ഇറങ്ങിയിടക്കാനുള്ള സൗകര്യങ്ങൾ, എല്ലാ കാര്യവും ഇതോടുകൂടി വളർത്തി ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കോഴിനെ വളർത്തിയെടുക്കാൻ പറ്റും. അത്യാവശ്യം വിൽപ്പന ചെയ്യാൻ പറ്റും. ഒരു 30+, വീണ്ടും പറയുന്നത് 30+ കോഴികളുണ്ടെങ്കിൽ നമുക്കിത് സ്ഥിര വരുമാനമാക്കാൻ പറ്റും എന്നുള്ള ഉറപ്പാണ്. അതിന് താഴെയാണെങ്കിൽ നമുക്ക് സൈഡായിട്ട് പറ്റും. ഈ 30+ മേലുണ്ടെങ്കിലും അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സൈഡായിട്ട് നടത്താൻ പറ്റും. വീട്ടിൽ ആരെങ്കിലുമൊക്കെ നോക്കിയാൽ മതി. പക്ഷേ നമുക്കൊരു മെയിൻ വരുമാനം വേറെ ഉണ്ടെങ്കിൽ പോലും ഇതിൽ സൈഡായിട്ട് ഒരു സേവിങ്സ് ആക്കിയിട്ട് മാറ്റാനും പറ്റും. പിന്നെ ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഫണ്ട് തന്നെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. എക്സ്ട്രാ ഫണ്ട് പുറത്തുനിന്ന് എടുക്കുന്നില്ല. ഇതിനകത്തുള്ള ഫണ്ട് ഇതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു നാടൻ കോഴി വളർത്തേണ്ട കാര്യങ്ങൾ. പിന്നെ ഒറ്റ കാര്യം പറഞ്ഞാൽ, തുടക്കത്തിൽ തന്നെ ഒരു 4 മാസം 6 മാസം വളർത്തിയിട്ട് ഏറ്റവും നല്ലൊരു ബ്രീഡറാവാം അന്നൊന്നും ഒരിക്കലും ആരും വിചാരിക്കരുത്. ഇതിപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണെന്നുള്ളത്. ഇനി കൂടുതലായിട്ട് ഓരോ രോഗങ്ങൾ പറയുമ്പോഴും അതാകുമ്പോഴൊക്കെ ഞാനും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നത് അതാക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഒരു നാടൻ കോഴി. പിന്നെ വെച്ചാൽ കൂടുതൽ അത്യാവശ്യം ക്ഷമ വേണം കേട്ടോ.
അത്യാവശ്യം ക്ഷമ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ ഇതാണ് ഒരു നാടൻ കോഴി വളർത്തുന്ന ഒരാൾക്ക് ഏറ്റവും വേണ്ട ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ക്ഷമ വേണം. കോഴിക്കുഞ്ഞുങ്ങൾ എന്താ പറയുക 10 എണ്ണം ഉണ്ടാകുമ്പോൾ 2 എണ്ണം ചത്തുപോകുന്നുള്ള ചിന്താഗതി വേണം. അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഇട്ടെറിഞ്ഞ് പോകരുത്. പിന്നെ അതുപോലെ തന്നെ കോഴികൾക്ക്, അതായത് എന്താ പറയുക, കോഴികൾക്ക് ഹെൽത്തിയുള്ള ഫുഡും കാര്യങ്ങളും കൊടുക്കണം. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള കാര്യം, 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ആവശ്യം എന്താണോ എന്നുള്ളത് അവരുടെ ചേഷ്ടയെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് നടത്തി കൊടുക്കണം. അങ്ങനെ നടത്തി കൊടുക്കാൻ കഴിയുന്ന ഒരാളായിരിക്കും ഏറ്റവും നല്ല ബ്രീഡറും അതുപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് കോഴിനെ വളർത്താനും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ഒരാളും അയാൾക്ക് ഏറ്റവും ആയാസകരമായിട്ട് കോഴി വളർത്താൻ പറ്റും. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പം ഇതെല്ലാവരും ശ്രദ്ധിച്ചോളാം കേട്ടോ. ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യം അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ കോഴി ഇപ്പം ഒരു കന്നിപ്പടയാണെങ്കിൽ അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡായിട്ടുള്ള പ്ലേസ് കണ്ടെത്തുക. അപ്പോൾ ആ ഒരു പ്ലേസ് കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ തന്നേക്ക് മുട്ടയിടുക. അപ്പോൾ ചില കോഴികൾ നമ്മൾ മാറ്റിയിട്ടാൽ പറ്റും. അപ്പോൾ എന്താ പറയുക, അതുപോലെ തന്നെ ഫുഡ് കൊടുക്കുമ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവരെ ചേഷ്ടന്ന് എന്താ പറയുക നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കോഴികൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യാത്ത പക്ഷമാണ് ഈ കോഴികൾ എന്താ പറയുക പരസ്പരം കൊത്ത് കോഴിക്കുഞ്ഞുങ്ങളെ കൊത്തി കൊല്ലുന്നത്, മറ്റു കോഴികളായിട്ട് ഒരുപാട് കൊത്തു കൂടിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരു ബാഡ് കോഴി ഉണ്ടാവില്ലേ നമ്മളെ കൂട്ടിൽ, ഏറ്റവും ഒരു കോഴി ഉണ്ടാവും. അങ്ങനെയുള്ള കോഴികളെ നമ്മൾ വളർന്നു വരുന്നത് ഇങ്ങനൊരു സാഹചര്യം കൊണ്ട്. അവരുടെ ആവശ്യങ്ങൾ എന്താ അറിയാത്തതുകൊണ്ട്. കോഴിക്ക് വിറ്റാമിൻസ് കാൽസ്യത്തിന് കുറവുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെ കോഴിനെ കൊത്തി ശരിയാക്കും, അത് ഉറപ്പാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്താ ചെയ്ത് നമ്മൾ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. അതാണ് നല്ലൊരു ബ്രീഡർ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ, എനിക്ക് കൂടുതൽ വലിച്ചിട്ടില്ല. അപ്പം നമുക്കെന്താ പറയുക, ഈ കുറഞ്ഞ സ്ഥലത്ത്, അതായത് ഈ വീടിൻ്റെ ഷെഡിലും അതുപോലെ തന്നെ ഈ വാർക്കപ്പുറത്തൊക്കെ കോഴി വളർത്തണമെങ്കിൽ ചെറിയ രീതിയിൽ എങ്ങനെ വളർത്താമെന്നുള്ളത് ഇതുപോലത്തെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാനത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരികയും ചെയ്യും. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.